ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളത്തെ ട്രേഡിങ്ങിനുള്ള ടെക്നിക്കൽ ലെവൽസ് ആണ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ കുറച്ച് സ്റ്റോക്സുകളുടെയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് ആദ്യം മാർക്ക് ചെയ്യണം. 22,417 22,403 ആണ് ആ ലെവൽസ്. ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു ഹൈ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഇപ്പോൾ ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല, മാർക്കറ്റ് നമ്മൾ താഴേക്കാണെന്ന് നോക്കാം. താഴേക്കാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സോണിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് തിരിച്ചൊരു അപ്പ് സൈഡ് കാണിക്കുകയാണെങ്കിൽ ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് നമ്മുടെ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്ത് ബ്രേക്കൗട്ട് ഫെയിലിയർ ആയിട്ട് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് നല്ല ബെയറിഷ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സോൺ ബ്രേക്കൗട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 ചാൻസസ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്കൗട്ടിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കരുത്. നമ്മൾ രണ്ടാമത്തെ ക്യാൻഡിൽ കൂടി നോക്കണം. അതായത് നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്കൗട്ട് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് അടുത്തൊരു ക്യാൻഡിൽ കൂടി നോക്കിയിട്ട് ശേഷം മാത്രം നമ്മൾ എൻട്രി എടുക്കാവൂ. ഓക്കെ, ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ ഈ ഒരു ഹൈ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ ലോ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഇനി ഇതും അടുത്ത ദിവസം ബ്രേക്കൗട്ടിന് വേണ്ടി നമുക്ക് നോക്കാം. അതായത് ഈ ലോ ആണ് ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് കാണിക്കുകയെങ്കിൽ സെല്ലിലേക്ക് പോകുന്നതാണ്. അതല്ല, മാർക്കറ്റ് ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് അപ്സൈഡ് കാണിക്കുകയാണെങ്കിൽ മുകളിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നാളത്തേക്ക് വേണ്ടി 3 സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ്. അപ്പോൾ ടാറ്റ പവറിൽ നമുക്ക് ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹൈകൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോകൾ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇനി നമ്മൾ ബ്രേക്കൗട്ടാണ് നോക്കേണ്ടത്. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല, ഈ ഒരു ലോയാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണ് കാണിക്കണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് ടാറ്റ പവറിൻ്റെ ലെവൽസ്. ഈ ലെവൽസും ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് BEL ആണ്. അപ്പോൾ BEL നമുക്ക് ഈ ഒരു ഹൈ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ലോ നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഹൈ നമ്മൾ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. പിന്നെ ഈ ഒരു ലോയും ഇവിടുത്തെ ലോയും നമ്മൾ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനോട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ദിവസം ബ്രേക്കൗട്ടിന് വേണ്ടി നമുക്ക് നോക്കാം. ഈ ഒരു ഹൈ ആണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. അതല്ല, ഈ ഒരു ലോയാണ് ബ്രേക്കൗട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ സെല്ലിലേക്ക് പോകുന്നതാണ്. ഈ ഒരു ലെവലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലേക്കാണ്. അപ്പോൾ ഈ ഒരു ലെവലൊക്കെ സപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ ആദ്യം മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലോയും ഇവിടുത്തെ ലോയും തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡിന് മാർക്ക് ചെയ്യാം. ഇനി അടുത്തത് NLC ഇന്ത്യ ആണ്. ഇപ്പോൾ NLC ഇന്ത്യ നമുക്ക് ഈ ഒരു ഹൈയും കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം.
അതുപോലെ തന്നെ ഈ ഒരു ലോയും കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഇനി ഇത് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് അപ്സൈഡ് കാണിക്കുകയെങ്കിൽ ബൈയിലേക്ക് പോകാവുന്നതാണ്. അതല്ല ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണ് കാണിക്കണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സ്റ്റോക്സുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് ഈ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ബ്രേക്ക് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.